Good morning, everyone. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Ma'am. Okay, good morning to all. So, let's start the class with prayer, word of the day, and signing. Okay? Start ചെയ്യാം. Okay, ma'am. Yeah. ഞാനൊരു prayer പറയുന്നേ. Okay. Everything I am, everything I am, everything will be, everything will be. I give it to you, Lord. I give it to you, Lord. I give it thankfully, thankfully. Every song I sing, every praise I sing, everything I do, it's a gift to you. Everything I have, everything I have, all you given me, all you given me. I give it to you, Lord, I give it to you, Lord, and do it thankfully, thankfully. Every song I sing, every praise I bring, everything I do, it's a gift to you. Okay, ma'am. Yeah, okay. Then, word of the day and signing. Thought of the day ഞാനാ പറയുന്നു മാം. എൻ്റെ പേര് അഫീല. Every day is a new beginning. Take a deep breath, smile and start again. Thank you, ma'am. Yeah, okay. Then signing. ആരാ സൈൻ ആരാ? ആരില്ല? പറയൂ, സൈനിങ് ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? എന്തൊന്നും മിണ്ടാത്തേ? ഉണ്ടോ? ആരെങ്കിലും പ്രിപ്പയർ ആയിട്ടുണ്ടോ? എനിവൺ? മിസ് അത് ഞങ്ങള് പ്രയർ കഴിഞ്ഞ് തോട്ട് പറഞ്ഞ് പിന്നെ സൈൻ ഔട്ടാണ് പറയാറ്, സൈൻ പറയാറില്ല. ഇല്ലാതെ ഇങ്ങനെ സൈൻ ഔട്ട് വരും. ഞാൻ പറയാം മിസ്. ഓക്കെ. My good morning to everyone. I am Asina. I welcome you all to our class. Let us start to study refreshly and enthusiastically. Everyone is well attend the class. It seems to be in the curiosity that everyone will be the next class. I also in the same. Anyway, let's welcome the Miss to class. Today class is conducted by Miss Ashwati ma'am. Ma'am, welcome to ma'am. Thank you. Okay, yeah. Thank you. സൈൻ പറയണം കേട്ടോ. സൈൻ പറഞ്ഞതിന് ശേഷമാണ് ലാസ്റ്റ് ആണ് സൈൻ ഔട്ട് പറയാ. കാരണം സൈൻ ഇല്ലാതെ സൈൻ ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ സൈൻ വേണം. ഓക്കെ. സോ നന്നായിട്ട് പ്രയർ ചൊല്ലിയിട്ടുണ്ട്, തോറ്റച്ചിനെ പറഞ്ഞു, സൈൻ പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. മാക്സിമം എനിക്ക് ക്യാമറ ഓൺ ചെയ്തിട്ടൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കണം കേട്ടോ. ഓക്കെ. Okay, ma'am. ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണോ? സുഖാണ്. സുഖാണ്. ഓക്കെ, ക്ലാസ്സിൽ ഇങ്ങനെ പോകുന്നു. പറയൂ, ക്ലാസ് ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? കംഫർട്ടബിൾ അല്ലേ? Okay, ma'am. ഓക്കെ ആണ്. വെരി ഗുഡ്. ഇംഗ്ലീഷ് എങ്ങനെയുണ്ട്? കുഴപ്പമുണ്ടോ? കുറച്ച് ടഫാണ് മാം. തുടങ്ങിയില്ലല്ലോ ക്ലാസ്. തുടങ്ങുമ്പോ എങ്ങനെയാണ്? കുറച്ച് ടഫാണോ? ക്ലാസ് സ്റ്റാർട്ട് ആയില്ലല്ലോ, തുടങ്ങുമ്പോ എങ്ങനെയാന്ന് അറിയില്ല. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ടഫ് ഒന്നും ഇല്ല കേട്ടോ, സിമ്പിൾ ആണ്.
പേടിക്കണ്ട. പേടി മീൻസ് അങ്ങനത്തെ ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട. റിലാക്സ് ആയിട്ട് ക്ലാസ് കേൾക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ചെയ്യണം. ഓക്കെ, യെസ്. Okay, ma'am. So let's start today's class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയതെന്ന് പറയാമോ? എന്തൊക്കെ എടുത്തു? നമ്മൾ ഇൻട്രൊഡക്ഷൻ മാത്രമേ ചെയ്തുള്ളൂ മാം, തുടങ്ങിയിട്ടില്ല. ക്ലാസ് തുടങ്ങിയിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ശരിയാണ്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് യൂണിറ്റ് 1 എന്ന് പറയുന്നത് നമ്മുടെ ജസ്റ്റ് ക്ലാസ് റൂം ഇംഗ്ലീഷ് ആണ് കേട്ടോ. ക്ലാസ് റൂമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഇംഗ്ലീഷ് സെന്റൻസും വേർഡ്സ് ഒക്കെയാണ്. ഓക്കെ, നമ്മുടെ ക്ലാസ് നമ്മൾ സ്കൂൾ ടൈം ഒന്ന് ഓർത്താൽ മതി. ഇങ്ങനെയൊക്കെയാണ് ടീച്ചർ എൻട്രി ചെയ്യുമ്പോൾ മുതലുള്ള കാര്യങ്ങൾ നോക്കുക. അതൊക്കെ തന്നെയാണ് ആ ചാപ്റ്ററിൽ പറയുന്നത്. അതൊക്കെ വായിക്കാൻ മനസ്സിലാക്കുക, അത്രയൊക്കെ ഉള്ളൂ. അത് വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും അതിലില്ല. ഓക്കെ, ദെൻ യൂണിറ്റ് 2 മുതലാണ് നമുക്ക് ഗ്രാമർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പഠിക്കുന്ന ഗ്രാമർ ആണ് കേട്ടോ. ഗ്രാമർ ബിഗിനിങ് ബേസിക് തുടങ്ങി നമ്മൾ ഗ്രാമർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് പോലും നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും കുറച്ചുകൂടെ. ഓഡിയോ ഇല്ല, കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട്. ഓക്കെ, ജിതിൻ എന്നാണ് പ്രൊഫൈൽ നെയിം. ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യും കേട്ടോ. കേൾക്കാം. ഓക്കെ, അപ്പോ കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ് 2 നൗൺ ആൻഡ് പ്രോണൗൺ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക, നോട്ട്ബുക്ക് കയ്യിൽ വെക്കുക. നോട്ട് എഴുതാൻ പറയുമ്പോൾ മാത്രം നോട്ട്സ് എഴുതിയാൽ മതി. അതുവരെ എഴുതണ്ട കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം ഒരിക്കലും മ്യൂട്ട് ആയിട്ടാണോ? പക്ഷെ എല്ലാവർക്കും കേൾക്കാലോ. ഒന്നുകൂടെ ഇന്ന് ലെഫ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് നോക്കി. ഓക്കെ, അപ്പോ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. ഓക്കെ, ഒന്നും ബൈഹാർട്ട് ചെയ്യേണ്ട കേട്ടോ. മനസ്സിലാക്കി പഠിക്കുക. എന്താണ് നമ്മൾ മനസ്സിലാക്കുക. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ക്ലിയർ. ഫസ്റ്റ് നൗൺ ആണ് കേട്ടോ. എന്താണ് നൗൺ? വാട്ട് ഈസ് നൗൺ? നൗൺ ഈസ് എ നെയിം, ദാറ്റ്സ് ഓൾ. ഓക്കെ, ഒരു പേരാണ് എന്ത് നൗൺ എന്ന് പറയുന്നത്. പണ്ടൊക്കെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പോകുമ്പോൾ കേൾക്കാറുണ്ട്, നൗൺ എന്ന് പറയുന്നത് നാമമാണ്. നാമം മീൻസ് പേരാണ് അല്ലെ. അപ്പോ പേരാണ് നൗൺ എന്ന് പറയുന്നത്, പേരാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വസ്തുക്കൾക്കും ഒരു പേരുണ്ട്. ശരിയല്ലേ? പേരില്ലാത്ത എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ? ഇല്ല. എല്ലാത്തിനും പേരുണ്ട്. എല്ലാത്തിനും പേരുണ്ട്. അപ്പോ അതൊരു നൗൺ ആണ്. നമ്മൾ എന്തൊരു പേര് പറഞ്ഞാലും അത് നൗൺ ആണ്. ഓക്കെ, ക്ലിയർ. അപ്പൊ നൗൺ എന്താന്ന് മനസ്സിലായല്ലോ. നൗൺ ഇസ് എ നെയിം. ഓക്കെ, ക്ലിയർ. യെസ്. സോ നൗണിനെ തന്നെ നമ്മൾ ഒരു 4 kinds ഓഫ് നൗൺസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, that's a proper noun, common noun, abstract noun, collective noun. Okay, ടെക്സ്റ്റ് നോക്കാട്ടോ. ടെക്സ്റ്റിലുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. സ്ക്രീനിലോട്ട് നോക്കിയാലും മതി. നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് സ്ക്രീനിലോട്ട് നോക്കിയാലും മതി. ഓക്കെ, അപ്പോ പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, ആബ്സ്ട്രാക്ട് നൗൺ, കളക്റ്റീവ് നൗൺ, ഇങ്ങനെ 4 ടൈംസ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്ന് പഠിക്കും. വാട്ട് ഈസ് പ്രോപ്പർ നൗൺ? എന്താണ് പ്രോപ്പർ നൗൺ? ഓക്കെ, ഇപ്പോ എല്ലാവർക്കും ഒരു പേരുണ്ട്. എനിക്കൊരു പേരില്ലേ? നിങ്ങൾക്കൊരു പേരുണ്ട് അല്ലെ? എല്ലാ വസ്തുക്കൾക്കും ഒരു പെർട്ടിക്കുലർ ആയിട്ടൊരു പേരുണ്ട്. മനസ്സിലായോ? അതായത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ എന്നാണ് ഞാൻ പറഞ്ഞത്. ഫോൺ അല്ലെ? പക്ഷെ കയ്യിലിരിക്കുന്ന ഫോണിന് ഒരു പേരില്ലേ? ഏത് ബ്രാൻഡാണ്? അതൊരു നെയിമാണ് അല്ലെ? ഒരുപാട് എന്താണ് ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. ഫോൺ ആയിക്കോട്ടെ, സിസ്റ്റം ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, എന്തിനും പെർട്ടിക്കുലർ നെയിം ഉണ്ട്. ഓക്കെ, ക്ലിയർ? പറഞ്ഞുതരാം കേട്ടോ. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്, പറഞ്ഞുതരാം. നെക്സ്റ്റ് കോമൺ നൗൺ നോക്കാം. കോമൺ നൗണും പ്രോപ്പർ നൗണും നമുക്കൊന്ന് എന്താണ് കണക്ട് ചെയ്തൊന്ന് പഠിക്കാം. സിമ്പിൾ ആണ്. അപ്പോ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, കോമൺ നൗൺ ഞാൻ പറഞ്ഞ പോലെ ഫോൺ.
എല്ലാ ഫോണിനെയും നമ്മൾ ഫോൺ എന്നാ പറയാ, അല്ലേ? എല്ലാ ഫോണിനും ഫോൺ എന്നാ പറയാ. ഫോണാണ്, എല്ലാവരുടെ കയ്യിരിക്കുന്ന ഫോണാണ്. പക്ഷെ ഓരോരുത്തരുടെ കയ്യിരിക്കുന്ന ഒരേപോലത്തെ ഫോണാണോ? അല്ല, അല്ല. ചിലർ സാംസങ് യൂസ് ചെയ്യുന്നുണ്ടാവാം, ചിലർ ഐഫോൺ യൂസ് ചെയ്യുന്നുണ്ടാവാം, OnePlus യൂസ് ചെയ്യുന്നുണ്ടാവാം, അല്ലെ? ഇതെല്ലാം എന്താണ്? ഫോണിന്റെ പേരുകളാണ്. മനസ്സിലായോ? അപ്പൊ ഓരോ ഫോണിനും ഓരോ പേരുണ്ട്. അതാണ് പ്രോപ്പർ നൗൺ. നമ്മൾ കോമൺലി വിളിക്കുന്ന പേരെന്താണ്? ഫോൺ, മൊബൈൽ ഫോൺ. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും എന്താണ്? വുമൺ ആണ്. വുമൺ. വുമൺ എന്താണ്? കോമൺ ആണ്. കോമൺലി നമ്മൾ വിളിക്കുന്ന പേര് വുമൺ എന്നാ. പക്ഷെ നമ്മൾ എല്ലാവർക്കും ഒരു പേരുണ്ട്. എനിക്കൊരു പേരുണ്ട്, നിങ്ങൾക്കൊരു പേരുണ്ട്. ആർട്ടിക്കിൾ നെയിം, അല്ലേ? അതെന്താണ്? പ്രോപ്പർ നൗൺ. ക്ലിയർ? കേരള. കേരള എന്താണ്? സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോ കോമൺ നൗൺ. ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ട്. ഓരോ സ്റ്റേറ്റ്സിനും ഓരോ പേരുണ്ട്. ഓക്കെ. കേരള, തമിഴ്നാടു, ഗുജറാത്ത്. യെസ്, അതാണ് പ്രോപ്പർ നൗൺ. ഡിസ്ട്രിക്ട്, ഒരുപാട് ഡിസ്ട്രിക്ട് ഉണ്ട്, അല്ലെ? കോമൺ ആയിട്ട് ഒരു ഡിസ്ട്രിക്ട് നമുക്ക് പറയാൻ പറ്റോ? ഞാൻ ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ? ഇല്ല. ഡിസ്ട്രിക്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് ഡിസ്ട്രിക്ട് ഉണ്ട്. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ ഓക്കെ, ക്ലിയർ. എറണാകുളം എന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ, ഒരു ഡിസ്ട്രിക്റ്റിന്റെ പേരാണ്. പ്രോപ്പർ നൗൺ ആണത്. കോമൺലി നമ്മൾ പറയുന്നത് ഡിസ്ട്രിക്ട് എന്നു. അതുപോലെ ഒരുപാട് ഷോപ്സ് ഉണ്ട്, അല്ലെ? നിങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോവാണെന്ന് പറയും. ഞാൻ ഷോപ്പിൽ ഡ്രസ്സ് എടുക്കാൻ പോവാണ്. അപ്പൊ ചോദിക്കും എവിടെയാണ്, ഏത് ഷോപ്പാണ്? ഓരോ ഷോപ്പിനും എന്താവട്ടെ, എന്തിനും പെർട്ടിക്കുലർ നെയിം ഉണ്ട്. അപ്പൊ ഏത് ഷോപ്പാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഷോപ്പിന്റെ പേര് പറയും, അല്ലേ? യെസ്, ആ പേരാണ് പ്രോപ്പർ നൗൺ. വീട്ടിലുള്ള ഒരുപാട്, മിക്ക വീട്ടിൽ പെറ്റ്സ് ഉണ്ട്. ഓക്കെ. നമ്മുടെ വീട്ടിലെ പെറ്റ്സിനെ വിളിക്കുന്ന പോലെയാണ് നമ്മൾ റോട്ടിൽ കാണുന്ന പെറ്റ്സിനെ വിളിക്കുക. റോട്ടിൽ കാണുന്നതിനെ പട്ടികൾ എന്ന് വിളിക്കും. വീട്ടിലാണെങ്കിലോ അതിന് പേര് വിളിക്കും, അല്ലേ? ഓക്കെ. എല്ലാത്തിനും ഒരു പേരുണ്ട്. അത് നമ്മൾ തന്നെ ഇടുന്ന പേരുമാണ്. അതാണ് പ്രോപ്പർ നൗൺ. അല്ലാതെ കോമൺലി യൂസ് ചെയ്യുന്ന എല്ലാ നൗണും കോമൺ നൗൺ ആണ്. Is it clear or not? Clear ആയോ? ക്ലിയർ ആയി മാം. അപ്പോ ഇത്രയേ ഉള്ളൂ. ഇതാണ് പ്രോപ്പർ നൗൺ ആൻഡ് കോമൺ നൗൺ. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ. ഇനി പെൻ. പെൻ എന്താണ്? Is it or common noun or proper noun? Common noun. Common noun. Yes. Pen is common noun. And Philips. Proper noun. Proper noun. Proper noun. Okay. Bakery. Common noun. Okay. Umbrella. Common noun. Okay. Common noun. Scooby-Doo. Proper noun. Yeah, proper noun. Clear ആണല്ലോ? Okay. Yeah, clear. അപ്പോ കോമൺ നൗൺ ആണ്. അപ്പൊ ഗേൾസ്, ബോയ്സ്, മെൻ, വുമൺ, കിങ്, ക്യൂൻ, ഇതൊക്കെ കോമൺ ആണ്. പക്ഷെ എല്ലാവർക്കും ഒരു പെർട്ടിക്കുലർ നെയിം ഉണ്ട്. ആ നെയിം പറയുമ്പോൾ അത് പ്രോപ്പർ നൗൺ ആണ്. ഓക്കെ. രണ്ടും ക്ലിയർ ആണ്. വെരി ഗുഡ്. നെക്സ്റ്റ് ആബ്സ്ട്രാക്ട് നൗൺ ആണ് കേട്ടോ. ആബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ 5 സെൻസ്, നമുക്ക് 5 സെൻസ് ഉണ്ട്. സെൻസ് ഏതൊക്കെയാണ്? ടച്ച്, സ്മെൽ, vision, hear, Taste. yes. ഇതില് ഈ 5 സെൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത വേർഡ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ആബ്സ്ട്രാക്ട് നൗൺ ആണ്. ജസ്റ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഓൾ. ഓക്കെ. മെന്റലി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് വേർഡ്സ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലുണ്ട്. അതെല്ലാരും ആബ്സ്ട്രാക്ട് നൗണിൽ പെടുന്നതാണ്. ഹാപ്പിനെസ്. ഹാപ്പിനെസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? No, ma'am. No, ma'am.
അറിയാലോ? അറിയാം. ഈഗോ കണ്ടിട്ടുണ്ടോ? No, ma'am. ഫ്രീഡം അറിയില്ല. We can feel. ഇല്ല. സോ എന്താണ്, നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു വേർഡ് ഉണ്ടെന്ന് അറിയാം അല്ലേ? അല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല, അത് എന്താണെന്ന് അറിയില്ല. പക്ഷെ പെൻ, ബുക്ക് കണ്ടിട്ടുണ്ടോ? Yes, ma'am. ഓക്കെ, ക്ലിയർ? അപ്പൊ നൗ കോമൺ നൗൺ, ആബ്സ്ട്രാക്ട് നൗൺ ക്ലിയർ ആണോ? മനസ്സിലായി? യെസ്. ഇത് മൂന്നും ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. വെരി ഗുഡ്. Yes, ma'am. Clear. ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താലോ, ഇത് പ്രസന്റ് ചെയ്താലോ? റെഡിയാണോ? നിങ്ങൾക്ക് Yes, ma'am. എന്താണോ മനസ്സിലായത് അത് മാത്രം പറയാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് ആരാ പറയാം ഒന്ന് വന്നേ, കേക്കട്ടെ. എല്ലാവരും പറഞ്ഞോട്ടോ, എല്ലാവരും. നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും പറയാം. ഇംഗ്ലീഷ് ആണ്, മലയാളം, യു ക്യാൻ യൂസ് എനി ലാംഗ്വേജ്. ഓക്കെ, അപ്പൊ ആരാ ഫസ്റ്റ് പറയാം? ഒരു ഞാൻ പറയാം മാം. ഓക്കെ, പ്രോപ്പർ നൗൺസ് എന്നാൽ ഒരു പേരാണ്, അതായത് ഒരു നാമം. ഐഫോൺ, പിന്നെ എന്താ പറയാ, ഐഫോണ്, സാംസങ്, പിന്നെ എന്താണ് ഷോപ്പിന്റെ പേരാണ് പറയേണ്ടത്. ഷോപ്പ് എന്നാൽ കോമൺ നെയിം ആണ്. നൗൺ പറയൂ കേട്ടോ. എന്താണ് നൗൺ, എന്താണ്, അതിനുശേഷം ഒരു നാല് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് പറയൂ. അങ്ങനെ പറഞ്ഞു പോട്ടോ. ഓക്കെ മാം. മിസ് ഞാൻ പറയാം. ഓക്കെ, പറയൂ. നൗൺ എന്ന് വെച്ചാൽ അതൊരു നെയിമിംഗ് വേർഡ് ആണ്. ഒരു പേരിന് നമ്മൾ പറയുന്നതാണ് നൗൺ. അതില് 3 ടൈപ്സ് നമ്മളിപ്പോ പഠിച്ചു. പ്രോപ്പർ നൗൺസ്, കോമൺ നൗൺസ്, അബ്സ്ട്രാക്ട് നൗൺസ്. പ്രോപ്പർ എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു ഫോൺ ഉണ്ട്, അപ്പൊ ഫോണിന് നമ്മളത് പ്രോപ്പർ നൗൺ ആയിട്ട് കൂട്ടില്ല. ബിക്കോസ് ഫോണിന് പല ബ്രാൻഡ്സ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് റെഡ്മി, സാംസങ്, ഗാലക്സി, അങ്ങനെ പലതരം ഉണ്ട്. സോ നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫോണിനെ പറയുന്നതാണ് പ്രോപ്പർ നൗൺ, അതിന്റെ നെയിം പറയുന്നതാണ്. കോമൺ നൗൺ മീൻസ് ഫോൺ എന്ന് പറയുമ്പോൾ പലതരപ്പെട്ടതുണ്ട് അതില്. സോ ഫോൺ ഈസ് എ കോമൺ നൗൺ. അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് നമ്മൾ വി കൻ ഫീൽ ഇറ്റ്, നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു, അതല്ലാത്ത ബാക്കിയുള്ള എല്ലാം അബ്സ്ട്രാക്ട് നൗൺസ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ മാം പറഞ്ഞ പോലെ ഫീൽ ചെയ്യാൻ പറ്റാത്തത് ഹാപ്പിനെസ്, സാഡ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അബ്സ്ട്രാക്ട് നൗൺസിൽ വരും. താങ്ക് യു മാം. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ആരാ പറയാം? ഞാൻ പറയാം മാം. The noun is a name of a person, place or thing, but it classified into now you told us three classifieds: proper nouns, common nouns, and abstract nouns. Proper noun is the name of a person or name of a brand. Common nouns means is a common boy, king, river, state, like this. Abstract noun means we have to we cannot feel or touch because of beauty, youth, patience, like that. Thank you, ma'am. Okay, yeah. Then മാം, ഞാൻ രശ്മിയാണ്. ഞാൻ പറഞ്ഞോട്ടെ? ഞാൻ പറയൂ. ഓക്കെ മാം, നമ്മളിപ്പോൾ നൗൺ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നെയിമിംഗ് വേർഡ്സ് ആർ കോൾഡ് നൗൺ. ഒരു വസ്തുവിൻ്റെയോ ഒരു വ്യക്തിയുടെയോ ഒരു പ്ലേസിൻ്റെയോ ഒക്കെ പേരായ ശബ്ദത്തിന് നമ്മൾ നാമമെന്ന് മലയാളത്തിൽ പറയും. അതിന് ഇപ്പം നമ്മൾ പഠിച്ചത് 3 എണ്ണമാണ്. പ്രോപ്പർ നൗൺ പഠിച്ചു, കോമൺ നൗൺ പഠിച്ചു, അബ്സ്ട്രാക്ട് നൗൺ പഠിച്ചു. പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ആനിമൽ, അല്ല, കോമൺ നൗൺ എന്ന് പറയുന്നത് ആദ്യം പറയുന്നത്.
ഇപ്പോൾ ഫസ്റ്റ് കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആനിമൽ എന്ന് പറയുമ്പോൾ അതൊരു കോമൺ സ്പീഷീസ് ആണ്. അപ്പം അതിലേതെങ്കിലും ഒന്നിൻ്റെ പേര്, ഇപ്പോൾ ഡോഗ്, ക്യാറ്റ് അങ്ങനെ വരുവാണെങ്കിൽ അതിന് പ്രോപ്പർ നൗൺ എന്ന് പറയും. ഇപ്പോൾ ഹ്യൂമൻ ആണെങ്കിൽ അത് കോമൺ നൗൺ. ഇപ്പോൾ പേര് ഇപ്പോൾ രശ്മി, അശ്വതി അങ്ങനെയൊക്കെ വരുമ്പോൾ അത് പ്രോപ്പർ നൗൺ. ഇനി അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുമ്പോൾ വിച്ച് വി കാൺ, നമുക്ക് കാണാൻ പറ്റില്ല, ബട്ട് വി ക്യാൻ ഫീൽ ഇറ്റ്. അതിന് ഉദാഹരണമാണ് ഇപ്പോൾ ബ്യൂട്ടി. നമുക്ക് കാണാൻ പറ്റും, അല്ല അത് ആസ്വദിക്കാൻ പറ്റും, പക്ഷെ നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഹാപ്പിനെസ്, സാഡ്നെസ് അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, പക്ഷെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് മാം 3 ടൈപ്പ് ഓഫ് ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള നൗൺസ്. ഓക്കെ മാം, താങ്ക് യു. Okay, clear. Then who's next? മാം ഞാൻ പറയാം, സജന. Okay. നൗൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥലത്തിന്റെയോ അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെയോ പേരിനെയാണ് നൗൺ എന്ന് പറയണത്. മൊത്തം 4 തരത്തിലുള്ള നൗൺസ് ഉണ്ട്. അതിലൊന്ന് പ്രോപ്പർ നൗൺ ആണ്. അതിൽ പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേരോ എന്ന് പറയുന്നതാണ് ഒരു പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. കോമൺ നൗൺ എന്ന് പറയുന്നത് ഒരു ബോയ്, ഗേൾ, പിന്നെ വ്യൂമൻ അങ്ങനെ വരുന്നതാണ് കോമൺ നൗൺസ്. അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാനോ ടച്ച് ചെയ്യാനോ സാധിക്കില്ല, പക്ഷെ അത് ഫീൽ ചെയ്യാൻ പറ്റും, ഇമോഷൻസ് പോലെ, ഹാപ്പിനെസ്, സാഡ്നെസ് അങ്ങനെയൊക്കെ. താങ്ക് യു മാം. Okay. Then ഇനി ആരാ പറയാ? ഞാന് റിഹാന. അതൊരു പ്രോപ്പർ നൗൺ ആണ്. വുമൻ അത് കോമൺ ആണ്, കോമൺ നൗൺ ആണ്. എൻ്റെ ഗുഡ് വിൽ, എൻ്റെ പേഷ്യൻസ് അതെല്ലാം അബ്സ്ട്രാക്ട് നൗൺ ആണ്. കറക്റ്റ് അല്ലേ മാം? പിന്നെ correct ആണ്. Then ഇനി എന്താ നെക്സ്റ്റ് ആരാ പറയാ? മൈ നെയിം ഈസ് ടെസി. ഞാൻ നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേര്, സ്ഥലം അല്ലെങ്കിൽ സാധനങ്ങൾ അങ്ങനെ വിശേഷിപ്പിക്കുന്നതാണ് നൗൺസ് എന്ന് പറയുന്നത്. അതിലെ 3 നമ്മൾ മിസ് പറഞ്ഞു, 3 പെർട്ടിക്കുലർ ടൈപ്സ് ഓഫ് നൗൺസ് ആയിട്ട് തിരിച്ചു. അതിൽ കോമൺ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർ കോമൺ നൗൺസ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് നമ്മളിപ്പോൾ ഹ്യൂമൻ ബീങ്സ്, ആനിമൽസ് പറയുന്ന മൊത്തമായിട്ട് ടോട്ടലി പറയുന്നതാണ് കോമൺ നൗൺ. പിന്നെ എടുത്ത് നമ്മളിപ്പോ പേര് എടുത്ത് പറയുന്ന പേര്, ഇപ്പോ ഗേൾസ് ആണെങ്കിൽ ഒരു പേര് നമ്മൾ പ്രോപ്പർ നെയിം ഉണ്ടാവില്ല, അതിന് പറയുന്നതാണ് പ്രോപ്പർ നൗൺ. ഇപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞു അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേര് അങ്ങനെ എടുത്ത് പറയുന്നതാണ് പ്രോപ്പർ നൗൺസ്. അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീൽ ചെയ്യാത്തത്, നമ്മുടെ സെൻസ് ഓർഗൻസിൽ ഫീൽ ചെയ്യാത്ത ഓരോ ഇമോഷൻസ് ഉണ്ടാവില്ല, ഫീൽ ചെയ്യാത്തത്, അതിനെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറയുന്നത്. താങ്ക് യു. ഓക്കെ. ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, പറയുന്നില്ല. മാം ഞാൻ പറയാം. എൻ്റെ പേര് മൃദുല. നൗൺ എന്ന് വെച്ചാൽ നമ്മൾ സ്ഥലത്തിന്റെ പേര് അല്ലെങ്കിൽ സാധനത്തിനോ പേരിനോ പറയുന്നതാണ് നൗണ്. നൗണ് മെയിനായിട്ട് 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ. ഇതില് പ്രോപ്പർ നൗൺ, കോമൺ നൗൺ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഇതിനെ പറയുന്നതാണ്. അതായത് ബോയ്, ഗേൾ, ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ. അതിൽ പ്രോപ്പർ നെയിം എന്ന് പറയുമ്പോൾ അതിൽ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു ഇതിനെ പറയുന്നതാണ്. ഇപ്പൊ ഫ്രൂട്ട്സ് ആണെങ്കിൽ അതിൽ ആപ്പിൾ, ഓറഞ്ച് അങ്ങനെയൊക്കെ വരും. അബ്സ്ട്രാക്ട് ആണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, പക്ഷെ അത് കാണാനായിട്ട് പറ്റില്ല, സ്മെൽ ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് അബ്സ്ട്രാക്ട് നൗൺ. ഓക്കെ. സോ ക്ലിയർ അല്ലേ? ഇതിപ്പോ നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചോ? ഒന്നുമില്ല, നോട്ട് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല.
പക്ഷെ നിങ്ങളെല്ലാം മനസ്സിലാക്കി അല്ലെ? പറയാൻ പറ്റുന്നുണ്ട്. ഒരു പേര് കേട്ടാലും നിങ്ങൾക്ക് ഏത് നൗൺ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും പറ്റുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? Okay, ma'am. Okay, then moving on to next noun is collective noun. Collective noun എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് എന്തെങ്കിലും ആവാം. ഗ്രൂപ്പ് ഓഫ് തിങ്സ് ഓർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഗ്രൂപ്പ് ഓഫ് അനിമൽസ്, എന്തിനെങ്കിലും ഒരു ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഇരിക്കുന്ന നമ്മൾ എന്താ പറയാ? ക്ലാസ് എന്ന് പറയും. ക്ലാസ്, ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഇരിക്കുന്ന ഒരു പ്ലേസ് ആണ് ക്ലാസ് അല്ലേ? ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സ് ആണെങ്കിൽ നമുക്ക് അവർ ഒരു പെർട്ടിക്കുലർ നെയിം പറയുമല്ലോ, എന്തായിരിക്കും? അസംബ്ലി. പ്ലെയേഴ്സ് ആണെങ്കിൽ ടീം പറയും. ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെ നമ്മൾ പേര് പറയും. അങ്ങനെ മാം. ഗ്രൂപ്പ് ഓഫ് ആരും അൺമ്യൂട്ട് ചെയ്യുന്നിട്ടോ. അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂട്ട് ചെയ്യാൻ നോക്കാം. കേട്ടില്ല മാം പറഞ്ഞത് കേട്ടില്ല. പറയാം. ഓക്കെ, നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാല് അത് നിങ്ങൾ മ്യൂട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, ഡിസ്റ്റർബൻസ് വരും. ഓക്കെ, എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാല് അപ്പൊ തന്നെ മ്യൂട്ട് ചെയ്യാം. ഞാൻ പറയുമ്പോഴേക്കും നിങ്ങൾ അത് മ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ല. ഓക്കെ ഓക്കെ. ഇനിയിപ്പോ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, 1 2 3 4 ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? കമ്പനി. അല്ലാതെ എന്ത് പറയും? ഗ്യാങ് എന്ന് പറയും. ഒരു ഗ്യാങ് ആണെന്ന് പറയും. അതൊരു കളക്റ്റീവ് ആണ്, മനസ്സിലായോ? അതുപോലെ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കളക്റ്റീവ് നൗൺസ് ആണ് കേട്ടോ. പക്ഷെ അറിയാത്ത ഒരുപാട് കളക്റ്റീവ് നൗൺസ് ഉണ്ട്. ഇപ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് ഷിപ്പ് മീൻസ് കപ്പൽ ആണ്, ഷിപ്പ് അല്ലേ? അപ്പൊ ഗ്രൂപ്പ് ഓഫ് ഷിപ്പിനെ നമ്മൾ ഒരു കളക്റ്റീവ് ഒരു പേര് പറയും. അപ്പൊ ഫ്ലീറ്റ് ഇസ് എ കളക്റ്റീവ് നൗൺ. ഓക്കെ, ക്ലിയർ? അതുപോലെ ഒരുപാടുണ്ട് കേട്ടോ. ഇപ്പോ കുറെ ഗ്രൂപ്പ് ഓഫ് ജഡ്ജസ് നമ്മൾ എന്താ പറയാ? ജൂറി എന്ന് പറയും. ജൂറി. ഓക്കെ, അങ്ങനെ ഒരുപാട് കളക്റ്റീവ് നൗൺസ് നമുക്ക് അവൈലബിൾ ആണ്. ടെക്സ്റ്റിൽ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ഒരുപാട് കളക്റ്റീവ് നൗൺസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ട ഒന്നല്ല കേട്ടോ. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തായാലും പഠിക്കണം, പഠിച്ചേ പറ്റൂ. ഓക്കെ, അപ്പൊ കുറച്ച് കളക്റ്റീവ് നൗൺസ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടോ? അപ്ലോഡ് ചെയ്യാം കേട്ടോ. ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാം. കളക്റ്റീവ് നൗൺസിന്റെ നോട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, പഠിക്കേണ്ട ഒന്നാണ് കേട്ടോ. ബാക്കി എല്ലാ നൗൺസും നമ്മൾ ബൈഹാർട്ട് മനസ്സിലാക്കി പഠിക്കാനാണെങ്കിൽ കളക്റ്റീവ് നൗൺ നേരെ തിരിച്ചാണ് നമ്മൾ ബൈഹാർട്ട് പഠിക്കണം. പഠിച്ചേ പറ്റും. ക്വസ്റ്റ്യൻ വരും. ഐഡന്റിഫൈ വിച്ച് ഈസ് കളക്റ്റീവ് നൗൺ. ഐഡന്റിഫൈ വിച്ച് ഈസ് കളക്റ്റീവ് നൗൺ ഓഫ് ഷിപ്പ്. ഷിപ്പിന്റെ കളക്റ്റീവ് നൗൺ ഏതാണെന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് 4 ഓപ്ഷൻസ് തരും. ബണ്ടിൽ, ബഞ്ച്, ഫ്ലീറ്റ്, ജൂറി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ആൻസർ ചെയ്തു? ഫ്ലീറ്റ് ചെയ്തു. പക്ഷെ ഫ്ലീറ്റ് ആണോ ഇല്ലയോ നിങ്ങൾ അറിയണ്ടേ? അതിനുവേണ്ടി പഠിക്കണ്ടേ? മനസ്സിലായോ? അപ്പൊ ഈ ചാപ്റ്ററിൽ കളക്റ്റീവ് നൗൺ പഠിക്കേണ്ട ഒന്നാണ്. പഠിക്കണം. ഞാൻ തരുന്ന നോട്ട് അല്ലാതെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഒരുപാട് കളക്റ്റീവ് നൗൺസ് നമുക്ക് കിട്ടും. സോ റെഫർ ചെയ്യാ, പഠിക്കാം. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പൊ നമ്മുടെ 4 നൗണും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. proper noun, common noun, abstract noun, collective noun. ഇതിൽ 3 നൗൺ നമുക്ക് മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. അത് നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്, അണ്ടർസ്റ്റാൻഡബിൾ ആണ്. നെക്സ്റ്റ് ദ ലാസ്റ്റ് വൺ ഈസ് കളക്റ്റീവ് നൗൺ. അത് നമ്മൾ പഠിക്കേണ്ട ഒന്നാണ്. പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാമിന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ 4 നൗൺ കംപ്ലീറ്റ് ആണ് കേട്ടോ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, then moving on the other നമുക്ക് 4 നൗൺ മാത്രമല്ല കേട്ടോ, കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ കൂടി ഉണ്ട്. അതും ഒരു നൗൺ തന്നെയാണ്. ഓക്കെ, ഇപ്പോ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, കൗണ്ടബിൾ ഓർ ആൻഡ് അൺകൗണ്ടബിൾ. കൗണ്ടബിൾ മീൻസ് എണ്ണാൻ പറ്റുന്ന എന്തും കൗണ്ടബിൾ നൗൺ ആണ്. എണ്ണാൻ പറ്റാത്ത എന്തും അൺകൗണ്ടബിൾ നൗൺ ആണ്. ഓക്കെ, നൗൺ എന്താണെന്ന് അറിയാലോ? പേരാണ്.
ആ ഒരു പേര് കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റണം അത് എണ്ണാൻ പറ്റുന്നതാണോ, അൺകൗണ്ടബിൾ ആണോ, കൗണ്ടബിൾ ആണോ എന്നൊക്കെ പേര് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റണം. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ. ബുക്ക് ഈസ് അൺകൗണ്ടബിൾ ഓർ കൗണ്ടബിൾ നൗൺ? കൗണ്ടബിൾ കൗണ്ടബിൾ ആണ്. പെൻ കൗണ്ടബിൾ. ഷുഗർ uncountable. Uncountable. റൈസ് Uncountable. വാട്ടർ Uncountable. ഇത് റൈസ് അൺകൗണ്ടബിൾ ആണ്. നിങ്ങൾ വിചാരിക്കും ഓക്കെ എനിക്ക് അവിടുന്ന് എണ്ണ ഓരോ വരി എടുത്ത് എണ്ണാന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. അൺകൗണ്ടബിൾ പെടുന്നതാണ് ഇതൊക്കെ. ഓക്കെ. അങ്ങനെ ഒരുപാട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ വേർഡ് കേൾക്കുമ്പോൾ അത് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ എന്ന്. ഓക്കെ. ഓക്കെ, അതുവരെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പക്ഷേ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് കൗണ്ടബിൾ അൺകൗണ്ടബിൾ വേർഡ്സും കൂടി നമുക്ക് ഉണ്ട്. അത് നമുക്ക് വഴിയെ പഠിക്കാം. അപ്പൊ ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? I mean noun, what is noun, then a proper noun, a common noun, abstract noun, collective noun, countable noun and uncountable noun. ഇത്രയും nouns നിങ്ങൾക്ക് ക്ലിയർ ആണോ അല്ലയോ? It's clear, ma'am. Yeah, clear. Okay. Then clear ആണ്. ഇത്രയും മതിയോ അല്ലെങ്കിൽ ഇനിയും പഠിക്കണോ? പഠിക്കുന്നുണ്ടോ? അറിയോ? അതെ. No, ma'am. മതി. ഇല്ല മാം. ഇല്ല. പഠിക്കുന്നില്ലല്ലോ? ഓക്കെയാണോ ക്ലാസ്? അതെ. ഓക്കെയാണ്. ഓക്കെയാണ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്, മനസ്സിലാവും. Okay. Okay. Then moving on to next formation of plural nouns. അതായത് പ്ലൂറൽ നൗൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് നൗൺസ് ഉണ്ട്. ഇപ്പോ ഗേൾ എന്ന് പറയുന്നത് സിംഗുലർ നൗൺ ആണ്. ഗേൾ ഒറ്റയാണ് അല്ലെ, ഏകവചനമാണ്, സിംഗുലർ നൗൺ ആണ്. അതിന് നമുക്ക് പ്ലൂറലൈസ് ചെയ്യണം. അത് പ്ലൂറൽ നൗൺ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? Girls. Yes, ചേർക്കണം. എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാല് അതെന്തായി? പ്ലൂറൽ നൗൺ ആയി മാറി. അങ്ങനെ എല്ലാ വേർഡ്സും നമുക്ക് പ്ലൂറലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ബോയ് Boys. yeah, then toy Toys. okay. Pen Pens. yeah. Then mango Mangoes. Mangoes. baby Babies. Babies. okay. Boxes. Okay. ഇപ്പോ പറഞ്ഞ ഓരോ വേർഡ്സിന്റെയും നമ്മൾ പ്ലൂറലൈസ് ചെയ്തല്ലോ. എല്ലാം സെയിം സ്പെല്ലിംഗ് വെച്ചിട്ടാണ് നമ്മൾ പ്ലൂറലൈസ് ചെയ്തേ. No, ma'am. No. യെസും ചേർത്ത്. യെസ് വരുന്നുണ്ട് മാം. Yes. ഓരോ വേർഡിനെ അനുസരിച്ചിട്ട് എസ് ഓർ ഇ എസ് ഓർ ഒ ഇ എസ് എന്നൊക്കെ വരും അല്ലെ. ഐ എസ് വരും, ഇ എസ് വരും. Yes, ma'am. അപ്പോ അത് ഏതൊക്കെയാണ് വേർഡ്സ് എന്നൊക്കെ അറിയോ? കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. അതിനെല്ലാത്തിനും ഒരു റൂൾ ഉണ്ട്. ആ റൂൾ യൂസ് വെച്ചിട്ടാണ് നമ്മൾ അവിടെ എസ് ആണോ ഇ എസ് ആണോ എന്നൊക്കെ ചേർക്കേണ്ടത്. പക്ഷെ നമ്മൾ റൂള് മനസ്സിലാക്കിയിട്ടല്ല ഇതുവരെയും ഇതെല്ലാം പഠിച്ചത്. മനസ്സിലായോ? എനിക്ക് പോലും അറിയില്ലായിരുന്നുണ്ടോ അങ്ങനത്തെ ഒരു റൂളൊക്കെ ഇതിലുണ്ടെന്ന്. ഓക്കെ. കാരണം നമ്മള് ഓക്കെ അത് പഠിച്ചു, അറിയാതെ പഠിച്ച കാര്യങ്ങളാണ്. ബസ്സസ് ആണ്, ബോക്സസ് ആണ്, ഗേൾസ് ആണ് അല്ലെ, ബുക്സ് ആണ്. ഓക്കെ. പക്ഷെ അതിനൊക്കെ ഒരു റൂൾസ് ഉണ്ട്. ആ റൂൾ എന്താണ് നമുക്ക് പഠിക്കാം. ഓക്കെ.
ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന മിക്ക നോട്ട്സും ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യും കേട്ടോ. ഓക്കെ, അതിലൊന്നാണ് ഈ പ്ലൂറൽ നൗണും. പ്ലൂറൽ നൗണും ഈ കാണുന്ന കളക്റ്റീവ് നൗണും ഞാൻ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അത് നിങ്ങൾ എഴുതിയെടുക്കണമെന്ന് ഒരു ആവശ്യമൊന്നുമില്ല. എഴുതിയെടുക്കണമെങ്കിൽ എഴുതുക, പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്യും. ഓക്കെ, ദെൻ എസ് ആഡ് ചെയ്തിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ് കേട്ടോ. ഗേള് സിംഗുലർ നൗൺ ആണ്, അതിന് പ്ലൂറലൈസ് ചെയ്തപ്പോൾ നമ്മൾ എസ് ആഡ് ചെയ്തു. സോ ഗേൾസ്, ഗേളിന്റെ പ്ലൂറൽ നൗൺ ആണ് ഗേൾസ്. സ്റ്റുഡന്റ് സ്റ്റുഡൻസ്, ട്രീ ട്രീസ്, കൗ കൗസ്, ലെഗ് ലെഗ്സ്, ഷോപ്പ് ഷോപ്സ്, കാർ കാർസ്, ബോർഡ് ബോർഡ്സ്. എസ് ആഡ് ചെയ്തു അല്ലേ, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എസ് ആഡ് ചെയ്തു. പക്ഷെ എല്ലാ വേർഡ്സും നമ്മൾ എസ് ആഡ് ചെയ്യാറുണ്ടോ? ചെയ്യാൻ പറ്റില്ല അല്ലേ? അതിലൊന്നാണ് വുമൺ എന്നുള്ളത് വിമൺ പ്ലൂറൽ. പറയാട്ടോ. ഇനി അതില് നമ്മള് അടുത്തൊരു വേർഡ് നമ്മൾ പ്ലൂറലൈസ് ചെയ്യുന്നത് എസ്, ഇസഡ്, എക്സ്, സിഎച്ച് ആൻഡ് എസെറ്റ്. ഒരു വേർഡ് ഈ കാണുന്ന ലെറ്റേഴ്സിൽ അവസാനിക്കുന്നുണ്ടെങ്കിൽ ആ വേർഡ് നമ്മൾ പ്ലൂറലൈസ് ചെയ്യുന്നെങ്കിൽ അത് ഇ എസ് ആഡ് ചെയ്യണം. വെറുതെ എസ് ആഡ് ചെയ്താൽ പോരാ. എസിലോ ഇസഡിലോ എക്സിലോ സിഎച്ചിലോ എസ് എച്ചിലോ അവസാനിക്കുന്ന വേർഡ്സിനെ നമുക്ക് പ്ലൂറലൈസ് ചെയ്യാൻ ഇ എസ് ആഡ് ചെയ്യണം. ബസ് ബസ്സസ്, ഇ എസ് ആണ് ആഡ് ചെയ്തത്, വെറും ബസ് അല്ല കേട്ടോ, ഇ എസ് ആണ് ആഡ് ചെയ്തത്. ബോക്സ് ബോക്സസ്, ചർച്ച് ചർച്ചസ്, ഡിഷ് ഡിഷസ്, വിഷ് വിഷസ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഇങ്ങനെ അറിഞ്ഞിട്ടല്ല പഠിച്ചത് അല്ലെ, നമ്മൾ കാഷ്വലായിട്ട് പഠിച്ചിരുന്ന കാര്യങ്ങളാണ്, അറിയാവുന്നതാണ്. നിങ്ങൾക്ക് ഇതെല്ലാം അറിയാവുന്നതാണ്. ഇതിപ്പോ ഞാൻ റൂൾസ് പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഓൾറെഡി ഇതെല്ലാം അറിയാം. എല്ലാ വേർഡിന്റെയും പ്ലൂറൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞു തരുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബേബി ഞാൻ ചോദിച്ചു. ക്ലാസ് റൂമിലാണ്, നിങ്ങൾ ക്ലാസ് അപ്ലോഡ് ചെയ്യില്ലേ? ക്ലാസ് റൂമിൽ തന്നെയാണ് നോട്ട്സ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ബേബി. നിങ്ങൾ പറഞ്ഞു ബേബീസ് ആണെന്ന് പറഞ്ഞു, അതിന് സ്പെല്ലിംഗ് നിങ്ങൾക്ക് അറിയാം. എന്തുകൊണ്ടാണ് IES വന്നതെന്ന് അറിയോ? അതറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ് ഇങ്ങനെ, എന്തുകൊണ്ടാണ് അവിടെ IES വരാൻ കാരണം. അല്ലാതെ വെറുതെ എസ് ആഡ് ചെയ്താൽ മാത്രം മതിയായിരുന്നല്ലോ എന്നിട്ടുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് വരാം. സയൻസ് കുറവാണ്, അത് നമ്മൾ ആലോചിക്കാറൊന്നുമില്ല. ഓക്കെ, പക്ഷെ അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. എന്തെങ്കിലും എപ്പോഴെങ്കിലും എല്ലാവരും ടീച്ചേഴ്സ് ആണല്ലോ, ഏതെങ്കിലും ഒരു കുട്ടി ചോദിച്ചാലോ മിസ് എന്തുകൊണ്ട് അവിടെ IES വന്നു, നിങ്ങൾ എന്ത് ചെയ്യും? അറിയില്ല. അയ്യോ അറിയാണ്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ അറിയാണ്ടിരുന്ന കാര്യമുണ്ടോ? ഇല്ല അല്ലെ, പറഞ്ഞു കൊടുക്കണ്ടേ അവർക്ക്. അപ്പോ എന്തുകൊണ്ട് അവിടെ IES വന്നു? ലാസ്റ്റ് വൈ വന്നുകൊണ്ട്. കോൺസണന്റ് ലെറ്ററിന്റെ കൂടെ വൈ വന്നപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ IES ആഡ് ചെയ്തത്. ഓക്കെ, കോൺസണന്റിന്റെ കൂടെ വൈ വന്നപ്പോഴാണ് നമ്മൾ IES ആഡ് ചെയ്തത്. സോ അങ്ങനെ വരുന്ന എല്ലാ വേർഡ്സും നമ്മൾ പ്ലൂറലൈസ് ചെയ്യുന്നത് IES വെച്ചിട്ടായിരിക്കും. പപ്പി പപ്പീസ്, ആക്ടിവിറ്റി ആക്ടിവിറ്റീസ്, അത് വൈക്ക് മുൻപ് കോൺസണന്റ് ലെറ്റർ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ IES ആഡ് ചെയ്തു. ക്ലിയർ? അപ്പോ വൈക്ക് മുന്നേ വൊവൽസ് ആണ് വരുന്നെങ്കിലോ നമ്മൾ വെറുതെ എസ് ആഡ് ചെയ്യും. ബോയ് ബോയ്സ്, വൈക്ക് മുന്നേ വന്നിരിക്കുന്ന എല്ലാം വൊവൽസ് ആണ്. toy toys, key keys, monkey monkeys, donkey donkeys, day days, babies, guy guys. Okay, വൈക്ക് മുൻപ് വന്നിരിക്കുന്ന കോൺസണൻസ് ആണെങ്കിൽ IES ഉം വൈക്ക് മുൻപ് വവൽസ് ആണ് വരുന്നെങ്കിലോ എസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എങ്ങനെ? സിംഗുലർ നൗണിനെ പ്ലൂറൽ നൗൺ ആക്കാൻ. ക്ലിയർ? നെക്സ്റ്റ്, ending with F or FE. എഫിലോ എഫിലോ അവസാനിക്കുന്ന വേർഡ്സിനെ പ്ലൂറലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ BES ആഡ് ചെയ്യണം. ഈ FE മാറ്റിയിട്ട് നമ്മൾ അവിടെ BES ആഡ് ചെയ്താലാണ് ആ വേർഡിന്റെ പ്ലൂറൽ കിട്ടുക. വൈഫ് വൈഫ്സ് ആണ്, നൈഫ് നൈഫ്സ് ആണ്, ലീവ് ലീവ്സ് ആണ്, ലൈഫ് ലൈഫ്സ്. ഓക്കെ, കൗഫ് കൗഫ്സ്, തീഫ് തീഫ്സ്. ഇങ്ങനെയാണ് പറയാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. എഫിലോ എഫിലോ അവസാനിക്കുന്ന വേർഡ്സിന് നമ്മൾ പ്ലൂറലൈസ് ചെയ്യണമെങ്കിൽ എഫ് അല്ലെങ്കിൽ FE മാറ്റിയിട്ട് അവിടെ BES ആഡ് ചെയ്താൽ അതിന് പ്ലൂറൽ ഫോം കിട്ടും. ഓക്കെ, സോ
നെക്സ്റ്റ് എക്സെപ്ഷൻസ് എന്ന് പറയും. അതായത് റൂഫ് എഫിൽ അവസാനിച്ചിരിക്കുന്നതാണ്. പക്ഷെ എന്തുകൊണ്ട് അവിടെ VS ആഡ് ചെയ്തില്ല? വെറുതെ എസ് മാത്രം ആഡ് ചെയ്തു. അതിന്റെ പ്ലൂറൽ ഫോം കിട്ടാൻ എസ് മാത്രം ആഡ് ചെയ്തുള്ളൂ. എന്തുകൊണ്ടാണ്? എനിക്ക് അറിയില്ല കേട്ടോ. ഓക്കെ, എന്റെ റീസൺ എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് അതെല്ലാരും എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കപ്പെട്ട വാക്കുകളാണ്, ഒഴിവാക്കപ്പെട്ട വേർഡ്സ് ആണ്. എന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല, അത് ആർക്കും അറിയില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഓക്കെ, ബിലീഫ്സ് ആണ്, ഷെഫ്സ് ആണ്, എഫിൽ അവസാനിച്ചാണ്. പക്ഷെ നമ്മൾ VS ആഡ് ചെയ്തില്ല, പകരം അവിടെ എസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഹാങ്കർചീഫ്സ് ആണ്. അതുകൊണ്ടാണ് എക്സെപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ എക്സെപ്ഷൻ വേർഡ്സ് ഒരുപാട് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഞാനത് കുറച്ച് മാത്രം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം ഞാൻ നോട്ടിൽ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഒരുപാട് വേർഡ്സ് അങ്ങനെയുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്യും, സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ഇതുവരെ ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ദെൻ മാംഗോ. ഒയ്ക്ക് മുൻപ് കോൺസണന്റ് സൗണ്ട് ആവുന്നേ അല്ലെ? കോൺസണന്റ് സൗണ്ട് ലെറ്റർ വന്നപ്പോ നമ്മൾ ES ആഡ് ചെയ്തു. ഇനി ഒയ്ക്ക് മുൻപ് വോവൽ ആണ് വരുന്നെങ്കിൽ S ആഡ് ചെയ്യുന്നു. മാംഗോ, മാംഗോസ്, സൂ, സൂസ്, റേഡിയോ, റേഡിയോസ് എന്നൊക്കെ പറയാം. അതിലും എക്സെപ്ഷൻസ് ഉണ്ട്. പിയാനോ നമ്മൾ ES ആഡ് ചെയ്യോ? ഇല്ല, പിയാനോസ് ആണ്. ഫോട്ടോ ES ആഡ് ചെയ്യോ? ഒരിക്കലും ഇല്ല അല്ലെ? ഫോട്ടോസ് ആണ്. ലോഗോസ് ആണ്. മൊമെന്റോസ് ആണ്. ഇതൊക്കെ എക്സെപ്ഷൻ വേർഡ്സ് ആണ്. ഓക്കെ, ഇനി ഡിഫറെന്റ് പ്ലൂറൽസ് ആണ്. നേരത്തെ ചോദിച്ച പോലെ വുമൺ, വിമൻ ആണ്. മാൻ, മെൻ ആണ്. ചൈൽഡ്, ചിൽഡ്രൻ ആണ്. പേഴ്സൺ, പീപ്പിൾ, ചൂസ്, ടീത്ത്. ഇത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിഫറെന്റ് ആണ്. സിംഗുലർ നൗൺ അപേക്ഷിച്ച് ഡിഫറെന്റ് ആണ്. അല്ലെങ്കിൽ ലെറ്റർ ആഡ് ചെയ്യണം എന്നൊക്കെ ചോദിച്ചാൽ അല്ല, അങ്ങനെ ആഡ് ചെയ്യേണ്ട ആവശ്യം. ഡിഫറെന്റ് ആണ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് വേർഡ് ആണ് പ്ലൂറലായിട്ട് വരുന്നത്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അറിയാത്ത ഒരുപാട് വേർഡ്സും കൂടി ഉണ്ട്, അതെല്ലാം പഠിക്കാം. ഓക്കെ, ഇനി ചൈൽഡിന്റെ പ്ലൂറൽ നൗൺ ഏതാ? Children. ചിൽഡ്രൻസ് ആണോ ചിൽഡ്രൻ ആണോ? ഒന്ന് ടെക്സ്റ്റ് എല്ലാവരും ഒപ്പീനിയൻ ഒന്ന് ടെക്സ്റ്റ് ചെയ്തേ. Children, ma'am. ചിലപ്പോ എനിക്ക് മിസ്റ്റേക്ക് പറ്റാട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞ് നോക്കണ്ട, നിങ്ങൾ ഒപ്പീനിയൻ പറയും. ചിൽഡ്രൻ ഓർ ചിൽഡ്രൻസ്? ചൈൽഡിന് പ്ലൂറൽ ആണ്. ചിൽഡ്രൻ ആണ്. ഫിക്സ് ചെയ്യാം നമുക്ക്. അപ്പൊ ചിൽഡ്രൻസോ? ചിൽഡ്രൻ അല്ലേ? ചിൽഡ്രൻസ് അല്ലേ? No, ma'am, it's children. ആണോ? ഷുവർ? ആർ യു ഷുവർ? Sure, ma'am. അപ്പൊ ചിൽഡ്രൻസ് എന്നോ നമ്മൾ പറയാറില്ലേ ചിൽഡ്രൻസ് എന്നൊക്കെ? അതോ ചിൽഡ്രൻസിന്റെ എന്ന് പറയാനായിട്ടാണ് അപ്പോസ്ട്രോഫി S വരും അവിടെ. ഓക്കെ, ക്ലിയർ ആണപ്പോ? ഓക്കെ, മിക്കവർക്കും ഞാൻ ക്ലാസ്സിൽ ചെല്ലുമ്പോ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ചിൽഡ്രൻസ് ആണ് മിസ് ചിൽഡ്രൻസ് എന്ന് പറയും. എന്തുകൊണ്ടപ്പോ ചിൽഡ്രൻസ് എന്ന് വന്നോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ആർക്കും ഇല്ലല്ലോ? No, ma'am. നല്ല സ്റ്റുഡൻസ് ആണ്. അപ്പൊ വെരി ഗുഡ്. ചിൽഡ്രൻസ് എന്ന് പറയുമ്പോൾ അപ്പോസ്ട്രോഫി S ആണ് നമ്മൾ യൂസ് ചെയ്യാം. അത് ഒരിക്കലും അതിന്റെ പ്ലൂറൽ ഫോം അല്ല, ഓണർഷിപ്പ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഒരു ചേഞ്ചും ഇല്ലാത്ത പ്ലൂറൽസ് ഉണ്ട്. ഷീപ്പ് ആണ്. ഡിയർ ആണ്. ഫിഷ് ആണ്. സീരീസ് ആണ്. ഓക്കെ, ഫിഷ് ആണോ പ്ലൂറല്? അപ്പൊ ഫിഷസോ? ഫിഷസ് ഇല്ലേ? മാം, ഞാൻ ഫിഷസ് എന്നാണ് വിചാരിച്ചോണ്ടിരുന്നത്. ഓക്കെ, ഫിഷസ് ആണ്. ഇനി എനിക്ക് തെറ്റിയതാണോ? അറിയില്ല മാം. ഓക്കെ, നമ്മള് ഫിഷസ് എന്ന് പറയാറുണ്ട് കേട്ടോ. അതെങ്ങനെയാണ് പറയണെന്ന് അറിയോ? നിങ്ങൾ മാർക്കറ്റിൽ പോയപ്പോ അവിടെ നോക്കിയപ്പോ മത്തി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. മത്തി ഉണ്ടെങ്കിലും ഒരുപാട് മത്തി ഉണ്ട്, ഒരുപാടുണ്ട്. ഒരെണ്ണായിട്ടാ കിടക്കുന്നേ.
ഒരു ബൾക്ക് ആയിട്ടുണ്ട്, മത്തിയുണ്ട്. നിങ്ങൾ അപ്പൊ എന്ത് പറയും? ഫിഷ് എന്ന് പറയോ ഫിഷസ് എന്ന് പറയോ? ഒരുപാട് മത്തിയുണ്ട്, ഒരുപാട്. ഫിഷസ്. ഫിഷ് എന്നാ പറയാ കേട്ടോ. പക്ഷെ നിങ്ങൾ മതിക്ക് പോയപ്പോ മത്തി മാത്രമല്ല, ഒരുപാട് വെറൈറ്റി ഫിഷസ് ഉണ്ട്. ഓക്കെ, വെറൈറ്റി ഇല്ല, അയല, മത്തി, അങ്ങനെ പ്രോൺസ് എല്ലാം ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഫിഷസ് എന്ന് പറയും. ഫിഷസ്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിഷിനെയാണ് നമ്മൾ ഫിഷസ് എന്ന് പറയാം. ഓക്കെ, അല്ലാതെ ഒന്നോ അതിൽ കൂടുതലോ ഫിഷിനെ നമ്മൾ ഫിഷസ് എന്ന് പറയില്ല. ഓക്കെ, ഒന്നോ രണ്ടോ ചാള നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് അയ്യോ അത് ഫിഷസ് ആണ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അത് ഫിഷ് ആണ്. എത്ര ചാളയുണ്ടോ എന്നല്ല നമ്മൾ നോക്കുന്നേ, ഒരു 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 ടൈപ്പ് ഫിഷ് അല്ലേ ഉള്ളൂ, അതിന് നമ്മൾ ഫിഷ് എന്ന് പറയും. പക്ഷെ നിങ്ങളുടെ കയ്യില് ഇപ്പോ ചാളയുണ്ട്, മത്തിയുണ്ട്, സോറി ചാളയും മത്തിയൊക്കെ സെയിം ആണ്, അയലയുണ്ട്, അങ്ങനത്തെ ചൂരമീനുണ്ട്, അങ്ങനത്തെ ഒരുപാട് മീൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഫിഷസ് എന്ന് പറയണം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഫിഷസ് എന്ന് പറയുക. അല്ലാതെ ഫിഷിന്റെ പ്ലൂറൽ പറയുന്നത് ഫിഷ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ക്ലാസ്സില് ഈ പ്ലൂറൽ നൗണിന്റെയും കളക്റ്റീവ് നൗണിന്റെയും ഞാൻ നോട്ട്സ് അപ്ലോഡ് ചെയ്യും. നോക്കാം, മനസ്സിലാക്കാം, പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതുവരെയും എടുത്തത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? പെട്ടെന്ന് പഠിച്ചല്ലോ നിങ്ങള്, ഒരുപാട് പോർഷൻസ് ഇത്രയും നമ്മൾ എടുത്തു. ഓക്കെ, ഇപ്പൊ എങ്ങനെയുണ്ട്? നമുക്ക് നേരത്തെ ക്ലാസ് ഉണ്ടായില്ല, ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. സോ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഫീൽ നൗ? Tell me about that. We feel good, ma'am. We feel good. You're good. Okay, then. ഇംഗ്ലീഷ് എങ്ങനെയുണ്ട് എന്ന് പറയൂ. ബെറ്റർ ആയിട്ടുണ്ട് മാം. ഓക്കെ, പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്തോ? ഇഷ്യൂസ് ഫീൽ ചെയ്തോ? പോസിറ്റീവ് മാത്രമല്ല ഞാൻ ചോദിക്കുന്നത് കേട്ടോ, നെഗറ്റീവ് കൂടെയാണ്. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എന്നോട് ഓപ്പൺ ആയിട്ട് പറയാം. ഇപ്പൊ ക്ലാസ് കഴിഞ്ഞു, ഒരു ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്തു. നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് തോന്നുന്നത്? അത് നെഗറ്റീവ് ഓർ പോസിറ്റീവ്? യു ക്യാൻ സേ എനിത്തിങ്. It's very clear, ma'am. Yeah, clear. Okay. Satisfied, ma'am. മിസ് അത് ടെക്സ്റ്റ് ഫുൾ ടെക്സ്റ്റ് ആണോ ഫോളോ ചെയ്യണേ? മിസ് വേറെ എക്സ്ട്രാ വേറെ പറയുന്നുണ്ടല്ലോ, അപ്പൊ അത് നോട്ട്സ് അതിൽ നിന്നാണോ കൂടുതൽ വരാൻ? ഞങ്ങൾ ഇതാണോ കൂടുതൽ പഠിക്കേണ്ടത്? എങ്ങനെയാണ് ഇത്? രണ്ടും കൂടിയാണോ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത്? മനസ്സിലായി. അതായത് നമ്മൾ ഇപ്പൊ ഞാൻ എടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പക്ഷെ ടെക്സ്റ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും ക്വസ്റ്റ്യൻ വരില്ല. നമ്മൾ സെൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എക്സാം എഴുതേണ്ടത്. മനസ്സിലായോ? ഇപ്പൊ പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞു. പ്രോപ്പർ നൗൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇപ്പൊ ടെക്സ്റ്റ് തന്നു കൊടുക്കാത്ത ഒരുപാട് വേർഡ്സ് ചോദിച്ചാലും നിങ്ങൾക്ക് അത് പ്രോപ്പർ നൗൺ ആണോ കോമൺ നൗൺ ആണോ എന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. മനസ്സിലായോ? അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് അത് ആദ്യം മനസ്സിലാക്കണം. എന്താണ് പ്രോപ്പർ നൗൺ, എന്താണ് കോമൺ നൗൺ, കൗണ്ടബിൾ നൗൺ, അൺകൗണ്ടബിൾ, ഇതൊക്കെ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ടെക്സ്റ്റ് അങ്ങനെ ഇത് ബൈഹാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ എവിടെ നിന്ന് ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെ വേണം പഠിക്കാൻ. അല്ലാതെ ടെക്സ്റ്റിന് അത് വരുമോ ഒന്ന് ചോദിക്കേണ്ട, ടെക്സ്റ്റിൽ നിന്ന് വരാൻ ചാൻസ് വളരെയധികം കുറവാണ്. ടെക്സ്റ്റ് ഒരു മോഡൽ മാത്രമാണ്, ഇതെല്ലാം പഠിക്കണം എന്ന് കാണിക്കുന്ന ഒരു മോഡൽ. ഓക്കെ, നിങ്ങളെ സഹായിക്കുന്ന മോഡൽ. അതായത് ഇപ്പൊ ഞാൻ ക്ലാസ് പറയുന്നുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾ ടെക്സ്റ്റ് കൂടെ വായിച്ചു നോക്കി ഒരുപാട് എക്സ്ട്രാ നോളജ് കൂടെ കിട്ടും. കാരണം നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കി എന്താണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ടെക്സ്റ്റ് ഒന്നെടുത്ത് വായിച്ചു നോക്കാം. ഓക്കെ, കുറച്ചുകൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആവും. മനസ്സിലായോ? അപ്പൊ എക്സാമിന് ഓർത്ത് പേടിക്കേണ്ട. എക്സാമിന് ടെക്സ്റ്റ് ഒന്നും വരില്ല, പക്ഷെ ടെക്സ്റ്റിന്റെ അതേ മോഡൽസ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. മോക്ക് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴാണ് മോക്ക് ടെസ്റ്റ്. അതായത് യൂണിറ്റ് 2 കംപ്ലീറ്റ് ആയിട്ട് കഴിയുമ്പോഴാണ്
മോക്ക് ടെസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്ലൂറൽ നൗൺ. പ്ലൂറൽ നൗൺ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി. ഒരു വേർഡ് തന്നാൽ അതിന് പ്ലൂറൽ നൗൺ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും പറ്റും. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. ടെക്സ്റ്റിൽ അതിനെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ചൊക്കെ നോക്കാം. പക്ഷെ എനിക്ക് വേണ്ടത് അതല്ല. ടെക്സ്റ്റ് ഞാൻ അവിടെ ഇവിടെ ഇരുന്ന് വായിച്ചു അതിന്റെ മീനിങ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവോ? ഒന്ന് ആലോചിച്ച് നോക്കി. മനസ്സിലാവോ? ആകെ കൺഫ്യൂഷൻ ആകെ ഉള്ളൂ. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? സിമ്പിൾ ആക്കി കാര്യങ്ങളൊന്നും മനസ്സിലാക്കി പഠിക്കുക, ഇതെല്ലാം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഒരുപാട് ക്ലാസ്, ഗ്രാമർ ക്ലാസ് നിങ്ങൾ പോയിട്ടുണ്ടാകാം, കണ്ടിട്ടുണ്ടാകാം, കേട്ടിട്ടുണ്ടാകാം അല്ലെ? ഇപ്പോഴും അത് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്താണ് അതിനർത്ഥം? നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടില്ല അല്ലേ? ഓക്കെ, അത് ഡെഫിനിഷൻ ആയിട്ടോ നിങ്ങളത് പഠിച്ചിട്ടുണ്ടാകാം, അതിന്റെ ആയിരിക്കും. ഇപ്പൊ ഞാൻ നിങ്ങളൊരു കാര്യം ചോദിച്ചിട്ട് അത് പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. അല്ലാണ്ട് ടെക്സ്റ്റ് ഞാനിപ്പോ ടെക്സ്റ്റ് വായിച്ച് പറയാൻ എളുപ്പമാണ്. Nouns are divided into two major groups, count nouns and count nouns. As the name suggests, എന്നൊക്കെ പറഞ്ഞിങ്ങനെ വായിച്ചോണ്ടിരുന്നു നോക്കിയോ, ഞാൻ മീനിങ്ങും പറഞ്ഞു. വല്ലതും മനസ്സിലാവോ? നമുക്ക് വേണ്ടത് സിമ്പിൾ. ഞാൻ അങ്ങനെയാ പഠിപ്പിക്കാട്ടോ പൊതുവെ. എത്രയോ സിമ്പിൾ ആയിട്ട് നമുക്കത് പഠിക്കാൻ പറ്റുന്നോ അത്രയും നമ്മുടെ ബ്രെയിൻ അത് രജിസ്റ്റർ ചെയ്യും, ഒരിക്കലും മറക്കില്ല. അതാണ്, മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കില്ല, ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, ബോറിംഗ് മസ്റ്റ് അല്ലേ? ടെക്സ്റ്റ് വായിച്ച് ഞാനിപ്പോ പറഞ്ഞിരുന്നെങ്കിൽ ബോർ അടിച്ചാൽ നിങ്ങൾക്ക് മിക്കവരൊക്കെ ലീവ് ചെയ്ത് പോകും. ഇത്രയേ ഉള്ളൂ. ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ തന്നെയാണ്, ഞാനത് കുറച്ചുകൂടി ഷോർട്ട് ആക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം. ഇനി നിങ്ങൾ ടെക്സ്റ്റ് വായിക്കും, എവിടെ വരെ എടുത്തു നോക്കൂ. ഈ പ്ലൂറൽ നൗൺ, ഇത്രയും പോർഷൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും പോർഷൻ പ്ലൂറൽ നൗൺ വരെ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോക്കൂ, ഇത്രയും പോർഷൻ ആണ് ഈ നേരം കൊണ്ട് നമ്മൾ പറഞ്ഞത്. ഇതിന്റെ ടെക്സ്റ്റ് വായിക്കാം, എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എന്നോടൊന്ന് പറയാം. ഓക്കെ, എത്ര പേര് നോട്ട്സ് ചെയ്തെടുത്തിട്ടുണ്ട്? നോട്ട്സ് എഴുതിയോ? ഇല്ല മാം. കുറച്ച് പേര് നോട്ട്സ്, കുറച്ച് പേര് എഴുതിയിട്ടില്ല. എഴുതിയില്ല എന്ന് വിചാരിച്ചു മാം ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല, സോ ഞാൻ കുറച്ച് നോട്ട്സ് ആക്കി എഴുതി. ടെക്സ്റ്റ് ഇല്ല കയ്യില്. ടെക്സ്റ്റ് ഇല്ല, കിട്ടൂട്ടോ. മനസ്സിലായല്ലോ? ഇനി ഇത് മറക്കോ? ഇപ്പൊ പഠിച്ച കാര്യം മറക്കോ? നിങ്ങളിപ്പോ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഓരോ പേര് കാണുമ്പോൾ നിങ്ങൾ തന്നെ പറയുമോ, ഇത് പ്രോപ്പർ നൗൺ, ഇത് കോമൺ നൗൺ. നിങ്ങൾ ഓരോ ബോർഡൊക്കെ വായിച്ചു പോയി നോക്കും, നിങ്ങളെ മുന്നിൽ കാണുന്ന ഓരോ വസ്തുക്കൾ നിങ്ങൾ പറയും ഇത് പ്രോപ്പർ നൗൺ ആണ്, ഇത് കോമൺ നൗൺ ആണ്. കേൾക്കുന്നവര് വട്ടാന്നിയായിരിക്കും. മനസ്സിലായോ? പക്ഷെ അങ്ങനെ പഠിക്കും കേട്ടോ, മനസ്സിലാവും. ഓക്കെ, അതുപോലെ അബ്സ്ട്രാക്ട് നൗൺ പഠിക്കുക. അടുക്കളയിൽ ചെന്നിട്ട് കൗണ്ടബിൾ നൗൺ ഒക്കെ അൺകൗണ്ടബിൾ നൗൺ ഉണ്ടോ നോക്കാം. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുക. ക്ലിയർ? ഓക്കെ ആണോ? സാറ്റിസ്ഫൈഡ് ആണോ? ഹാപ്പി ആണോ? ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇംഗ്ലീഷ് ക്ലാസ് പോവാ കേട്ടോ. ഇങ്ങനെ തന്നെയാ പോവാ, അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെന്താ സൈൻ ഔട്ട് പറഞ്ഞാലോ നമുക്ക്? എന്തോ ഒരാള് പറയും, മനസ്സിലായില്ല, കേട്ടില്ല. ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഫസ്റ്റത്തെ ക്ലാസ് ആണോ ഇത്? അതെ, ഫസ്റ്റ് ക്ലാസ് ആണ്. എന്താണ് ബോറടിച്ചോ? ഇല്ല ഇല്ല, ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ കേറുന്നത്, അപ്പൊ അതാ ചോദിച്ചത്. പിന്നെന്താ? വേറെ ആരോട് ചോദിച്ചല്ലോ? ജിതിൻ എന്നാണ് കാണുന്നത്. There were some audio issues at the beginning, so I couldn't sign. ഞാനായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, പക്ഷെ എനിക്ക് സം ഓഡിയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്. ഒന്നും കേൾക്കുന്നില്ല, പെട്ടെന്ന് എന്താ പറയണ്ട, ഞാനതാ മെസ്സേജ് ചെയ്തോണ്ടിരുന്നത്, കേൾക്കുന്നില്ല എന്നും പറഞ്ഞു. ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ഇംഗ്ലീഷ് ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ക്ലാസ് ഓക്കെ അല്ലേ? മിക്ക ക്ലാസ്സിലും ചോദിക്കും കേട്ടോ, കാരണം നിങ്ങൾ പറയുന്ന പോലെ ഇരിക്കും.
ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വേറെ ക്ലാസ് എടുക്കാം. എന്താണ് ഫിയ പറയൂ. എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിലാണ് മിസ് ക്ലാസ് എടുക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. അതുപോലെ എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിലാണ് മിസ് ക്ലാസ് എടുത്തിരിക്കുന്നത്. കൺഗ്രാറ്റ്സ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുമ്പോഴാണ് എനിക്കൊരു സന്തോഷം. ഓക്കെ, അതുകൊണ്ടാണ് ചോദിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ. ഇനിയിപ്പോ ഇല്ലാന്ന് പറഞ്ഞാലും ഓക്കെ, കുഴപ്പമൊന്നുമില്ല. വേറെ കുറച്ചൊരു എക്സ്പ്ലെയിൻ ചെയ്യും. ഇനിയിപ്പോ എന്താണെങ്കിലും സ്പീഡ് കൂടുന്നുണ്ട്, മനസ്സിലാവുന്നില്ല മിസ്സേ ഒന്നുകൂടെ പറയോ. എല്ലാ ക്ലാസ്സിലും ചോദിക്കുന്നതാണ്. സോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ട് ചോദിക്കാം. ഓക്കെ, മിസ് എന്ത് വിചാരിക്കും എന്നുള്ളത് ചിന്തയൊന്നും വേണ്ടാണ്, ഞാൻ ഒന്നും വിചാരിക്കില്ല. ഓക്കെ, നമുക്ക് സ്പീഡിൽ പോർഷൻസ് തീർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, പയ്യെ പോവുള്ളൂ. ഓക്കെ, മനസ്സിലാക്കി പോവാം. ക്ലിയർ? യെസ്. സോ മൈൻഡ് അപ്പ് ചെയ്യാം. സൈൻ ഔട്ട് പറയൂ. ആരാ സൈൻ ഔട്ട് പറയുന്ന ആരാ? ഞാനാണ് മാം. ഓക്കെ, സൗമ്യ ടോണി. പറയൂ. താങ്ക് യു മാം, യുവർ ക്ലാസ് അണ്ടർസ്റ്റുഡ്. താങ്ക് യു മാം. ഇത്രേ ഉള്ളൂ, ഇത്ര പറയാനറിയുള്ളൂ, ഗ്രാമർ വരില്ല, അതാണ്. ഇനി ചെയ്യുമ്പോ കുറച്ചും കൂടി നന്നായിട്ട് പറഞ്ഞോളാം. ടെൻഷൻ വേണ്ട കേട്ടോ. നിങ്ങളോട് പറയാനുള്ള ടെൻഷൻ അടിക്കണ്ട. ആരും എനിക്ക് എന്തും പറയാം. ഇപ്പൊ ടെക്സ്റ്റ് ചെയ്യുന്നവരോടൊക്കെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എന്തും പറയാം, സംസാരിക്കാം. പക്ഷെ സംസാരിക്കുമ്പോ എല്ലാവരും ഒന്നിച്ച് പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരാളാണെങ്കിൽ ഓക്കെ ആൾ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ മ്യൂട്ട് ചെയ്യാം, വെയിറ്റ് ചെയ്യാൻ. ആൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക. എല്ലാം കൂടെ പറയുമ്പോ നിങ്ങൾക്കും മനസ്സിലാവില്ല, എനിക്കും മനസ്സിലാവില്ല. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്താൽ മതി. ക്ലിയർ ആണ് ക്ലാസ്. ഇപ്പൊ ആരാ മെസ്സേജ് അയച്ച പേര് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. മിസ് റിയാന്നൊക്കെയാണോ ടെക്സ്റ്റ് ചെയ്ത? ആരാ? ഇംഗ്ലീഷ് പേടിയായിരുന്നു, മിസ്സിന്റെ ക്ലാസ് അടിപൊളിയാണ് എന്ന് പറഞ്ഞ ആരാ? പേര് പറയൂ. ഇല്ല, പോയോ? ഓക്കെ, സോ താങ്ക് യു ഓൾ. See you on the next class. തൻസീറ സംസാരിക്കട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്നോട് സംസാരിക്കണം. ഓക്കെ, ഞാൻ പേര് മറന്നു പോകും. എല്ലാവരോടും പറയാനുള്ള കാര്യമാണ്. ഞാൻ പേര് മറന്നു പോകും. പ്രൊഫൈൽ നെയിം വെച്ചിട്ടാണ് ഞാൻ ഓരോരുത്തരെ വിളിക്കുക. ഓക്കെ, പേര് പെട്ടെന്ന് ഓർക്കാൻ ചാൻസ് ഇല്ല, അതുകൊണ്ടാണേ. താങ്ക് യു. Thank you, ma'am. Thank you all. See you on the next class. Okay, bye. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.